വെൽക്കം ടു ദ ഓൺലൈൻ ക്ലാസ് ഓഫ് എഡുഫിക്സ് അക്കാദമി. അപ്പം ഇന്ന് നമ്മളൊരു ന്യൂ സബ്ജക്റ്റുമായിട്ടാണ് വരുന്നത്. BPCG 174 സൈക്കോളജി ആൻഡ് മീഡിയ. സൈക്കോളജി ആൻഡ് മീഡിയ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണ്. സൈക്കോളജിയിൽ എന്താണ് മീഡിയന്റെ ഒരു എഫക്റ്റ്, അല്ലെങ്കിൽ മീഡിയന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെ നമ്മളെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ പഠിക്കുകയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ചെയ്യുന്നത്. അപ്പൊ സൈക്കോളജി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് സയന്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ. മൈൻഡിനെയും ബിഹേവിയറിനെയും കുറിച്ചിട്ട് നമ്മൾ സയന്റിഫിക്കലി നമ്മൾ പഠിക്കുകയാണ് അല്ലെ. മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു പ്ലാറ്റ്ഫോമാണ്. അതായത് വിത്തിൻ സെക്കൻഡ്സ്, വിത്തിൻ മിനിറ്റ്സിനൊക്കെ നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടുന്ന ഒരു ലാർജ് പ്ലാറ്റ്ഫോമാണ് മീഡിയ എന്ന് പറയുന്നത്. നമ്മളുടെ ഇവരുടെ ലൈഫിൽ നമുക്ക് മീഡിയ കൂടാതെ കഴിയില്ല അല്ലേ. നമ്മൾക്കിപ്പം ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കുക, അതുപോലെ എന്തെങ്കിലും ഡ്രസ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ മൊബൈൽ ഒന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ, ഇതിനൊക്കെ നമ്മൾ എന്താണ് മീഡിയ എന്നുള്ള ഈ ഒരു ലാർജ് പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ഇന്റർനെറ്റ് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ എന്താണ് നമ്മളുടെ ലൈഫേ ഒന്നുകൂടി സ്പീഡപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ സൈക്കോളജി ആൻഡ് മീഡിയ എന്നുള്ള ഈ ഒരു സബ്ജക്റ്റില് നമ്മള് മീഡിയ എങ്ങനെ നമ്മളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, മീഡിയ എന്തൊക്കെയാണ് നമ്മുടെ ബിഹേവിയറിനെ പോസിറ്റീവായിട്ട് നൽകുന്നത്, മീഡിയ കാരണം എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്, അതുപോലെ നമുക്ക് പേഴ്സുവേഷൻ, സ്റ്റീരിയോ ടൈപ്പ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് എന്താണ് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പം ഓൾറെഡി അറിയാലോ, ഇവിടെ 4 ബ്ലോക്സ് ആയിട്ടാണുള്ളത്. നമുക്ക് ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, ദെൻ വെർച്വൽ വേൾഡ് ആൻഡ് ഹ്യൂമൻ ഇന്ററാക്ഷൻ. ഇപ്പൊ അറിയാലോ, വെർച്വൽ റിയാലിറ്റി, വെർച്വൽ വേൾഡ്, VR എന്നുള്ളൊരു ലോകത്തേക്കാണ് നമ്മൾ എന്താണ് കടന്നു പോകുന്നത് അല്ലെ. അതുപോലെ പെർസുവേഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ, എങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ നമ്മളെ പെർസുവേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ റിലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ. ദെൻ മീഡിയ റെപ്രസെന്റേഷൻ ആൻഡ് സോഷ്യൽ ബിഹേവിയർ, മീഡിയ എങ്ങനെ നമ്മുടെ സോഷ്യൽ ബിഹേവിയറിനെ, പൊതുവായിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉള്ള ഒരു സമയത്ത് നമ്മളുടെ ബിഹേവിയേഴ്സിനെ എങ്ങനെ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഉള്ളതാണ് 4 ബ്ലോക്സിൽ വരുന്നത്. ഇത് കൂടാതെ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ, എഡ്യൂക്കേഷനിലെ മീഡിയന്റെ ഒരു ഇൻഫ്ലുവൻസ്. ഇപ്പൊ നമ്മളൊക്കെ എന്താണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ക്ലാസ് എടുക്കുന്നവരാണ് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ നമ്മൾ ഇന്റർനെറ്റ് എന്നുള്ളൊരു മീഡിയ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുന്നത്. അപ്പം അതിനെ കുറിച്ചിട്ടാണ് ബ്ലോക്ക് 5 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഈ കോഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഓൾറെഡി ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ ചെറുതായി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ക്യാൻ വി ഇമേജിൻ എ ലൈഫ് വിത്തൗട്ട് മീഡിയ? മീഡിയ ഇല്ലാത്തൊരു ലൈഫിനെ കുറിച്ച് നമുക്ക് ഇമേജിൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ നമുക്ക് പറയാം എന്ത്, നോ, ഇറ്റ്സ് മൈറ്റ് ബി ഡിഫിക്കൽട്ട് അല്ലെ. നമുക്ക് എന്താണ് മീഡിയ ഇല്ലാത്തൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ആദ്യമൊക്കെ നമ്മൾ പ്രിന്റഡ് മീഡിയനെയാണ്, അതുപോലെ റേഡിയോ, ഇതിനൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ടെലിവിഷൻ വന്ന്, ഇപ്പം ഒന്നും കൂടി ടെക്നോളജി ഫസ്റ്റ് സ്റ്റെപ്പ് ആയപ്പം ഇന്റർനെറ്റ് വന്ന്, അങ്ങനെ നമ്മൾ എന്താണ് ഒരു ഇന്നോവേഷൻ ആണ് അല്ലെ, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ്. നമ്മളെ ലോകം എത്രയോ എന്താ പറയാ, ഇപ്പം ഒരു റേഡിയോന്ന് ടെലിവിഷനിലേക്ക് മാറാന്, ടെലിവിഷനിന്ന് ഫിലിംസിലേക്ക്, മീൻസ് ഫിലിംസ് ഡെവലപ്പ് ചെയ്യാൻ, ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ ടൈം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്റർനെറ്റ് വന്നതിന് ശേഷം നമ്മൾ പുതിയ പുതിയ വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ, ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് അത്രക്ക് ടൈം എടുക്കുന്നില്ല. പെട്ടെന്നാണ് ഇന്നോവേഷൻസ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങള്, അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജിത്തെ അഡ്വാൻസ്മെന്റ് എല്ലാം നടക്കുന്നത് അല്ലെ. അപ്പൊ ഇലക്ട്രോണിക് മീഡിയ എന്താണ് കംപ്ലീറ്റ്ലി ഇപ്പൊ നമ്മളെ വേൾഡിന് എന്താണ് കയ്യിലെടുത്ത് നമുക്ക് എന്താണ് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ മീഡിയ എന്താണ് നമ്മളുടെ ഹ്യൂമൻസിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ ബിഹേവിയേഴ്സ് ആയിക്കോട്ടെ, എല്ലാത്തിനെയും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വേയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ നമ്മളെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, വെൽബീയിങ്, ഇതിലൊക്കെ എന്താണ് മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം മീഡിയ സൈക്കോളജി എന്ന് പറഞ്ഞാല് ഒരു ബ്രാഞ്ച് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ സൈക്കോളജിന്റെ ഡിഫറെന്റ് സ്കോപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി, അങ്ങനെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു അല്ലെ. അതുപോലെ ഒരു ബ്രാഞ്ച് തന്നെയാണ് എന്ത് മീഡിയ സൈക്കോളജി എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഈ മീഡിയ സൈക്കോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ആണ്. അതായത് ഡിവിഷൻ 46 മീഡിയ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട്
ആണ് അതിനെന്താണ് ഫോം ചെയ്തിട്ടുള്ളത്. 1986 ഈ ഒരു ബ്രാഞ്ച് ആയിട്ട് എന്താണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനെ റീനെയിം ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് ഒന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും നമ്മളെ ലൈഫും അതുപോലെ വെൽബീങ്ങിന്റെ ക്വാളിറ്റിയും ഇതൊക്കെ എൻഹാൻസ് ചെയ്തുകൊണ്ട് ഇതിന്റെ നെയിം എന്താണ് ഒന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്. സൊസൈറ്റി ഫോർ മീഡിയ സൈക്കോളജി ആൻഡ് ടെക്നോളജി എന്നുള്ള പേരിൽ ഇതിന്റെ പേരെന്താണ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ മീഡിയ എന്താണ്, സോഷ്യൽ മീഡിയ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ എന്താണ് ഡീൽ ചെയ്യുന്നത്. എങ്ങനെ മീഡിയ നമ്മളെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മീഡിയസിനെ കുറിച്ചിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്, റിസർച്ച് ടെക്നിക്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ എന്താണ് ഇവിടെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഓരോ ബ്ലോക്സിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ ഓരോ ബ്ലോക്ക് എടുക്കുമ്പോഴും നമുക്ക് എന്താണ് അതിൽ വരുന്ന കണ്ടന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ബ്ലോക്ക് വണ്ണിൽ ആൻ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആൻഡ് മീഡിയ. സൈക്കോളജി ആൻഡ് മീഡിയ എന്നുള്ള ഈ പേപ്പറിലിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, അതായത് ഹിസ്റ്ററി ആണ് പറയുന്നത് കേട്ടോ. മീഡിയന്റെ ഒരു ഹിസ്റ്ററി, എങ്ങനെ മീഡിയ ഡിഫറെന്റ് ഫോംസ് ഓഫ് മീഡിയ എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്ന് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന് ഇതിന്റെ ഒരു ഹിസ്റ്ററി ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മീഡിയ എന്ന് പറയുമ്പം ഈ പ്രിന്റഡ് മീഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ മനസ്സിൽ മീഡിയ എന്ന് പറയുമ്പം ആദ്യം കയറി വരുന്നത് എന്താണ്, ടെലിവിഷനാണ്. എന്റെ മൈൻഡിൽ കയറി വരുന്നത് ടെലിവിഷനാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പൊ നമുക്കൊരു ടെലിവിഷന്റെ ഒരു മെന്റൽ ഇമേജ് ആണ് നമ്മൾ എന്താണ് നമ്മളെ മനസ്സിൽ ഉണ്ടാക്കുന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ അധിക പേർക്കും എന്താണ്, കാരണം നമ്മളൊരു 90s അല്ലെങ്കിൽ 20s ആളുകള് അല്ലെങ്കിൽ അതൊക്കെ ആവുമ്പോൾ നമ്മൾ എന്താണ് കൂടുതൽ നമ്മൾ ഈ ഒരു ടെലിവിഷൻ എന്നുള്ള മീഡിയ ആവും കണ്ട് വളർന്നിട്ടുണ്ടാവുക അല്ലേ. അതിനപ്പുറത്തുള്ളതാവും പിന്നെയൊക്കെ നമ്മൾ എന്താണ് ഡെവലപ്പ് ചെയ്തിട്ട്, മീൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ചിട്ട് അതും ഡെവലപ്പ് ചെയ്ത് വരികയൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പം മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു സിംപ്ലസ്റ്റ് ടേമിൽ എന്താണ് ലാർജ് ഓഡിയൻസിനെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, അതിനെയാണ് നമ്മൾ എന്താണ് മീഡിയ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ബുക്സ് ആയിക്കോട്ടെ, മാഗസിൻസ് ആയിക്കോട്ടെ, റേഡിയോ, ന്യൂസ് പേപ്പർ, ഇന്റർനെറ്റ്, ടെലിവിഷൻ, ഇതൊക്കെ ആയിക്കോട്ടെ. ഇതൊക്കെ എന്ന് പറഞ്ഞാല് നമ്മൾക്ക് നമ്മളെ വീട്ടിൽ എങ്ങനെ കിട്ടുന്നു, ഇതുപോലെ എന്താണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കും എന്താണ് ഇത് കിട്ടുന്നുണ്ട് അല്ലെ. ഇപ്പൊ റേഡിയോയിലോ ബുക്സും മാഗസിനും ഒക്കെ എന്താണ് എല്ലാവർക്കും എന്താണ് അവൈലബിൾ ആണ് അല്ലെ. മീഡിയന്റെ ഒരു പുതിയ ഫോമായിട്ട് വന്നതാണ് ഇന്റർനെറ്റ്. ഓക്കെ, ഇന്റർനെറ്റ് ഉള്ളത് 1990ക്ക് ശേഷം ഒക്കെയാണ് ഇന്റർനെറ്റ് എന്താണ് വന്നു തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ ലോകമെമ്പാടുമുള്ള ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മീഡിയ ആണ് ഇന്റർനെറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം എന്താണ് ആളുകൾക്ക് സുഖമായിട്ട് അവരുടെ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എത്ര ദൂരത്തുള്ള ആളുകളാണെങ്കിൽ അവരെ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് കൊലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്റർനെറ്റ് എന്നുള്ളത്. ഇന്റർനെറ്റിന്റെ ബർത്ത് ആയിട്ട് നമ്മൾ പറയുന്നതാണ് 1990 ആണ് പറയുന്നത്. ഈ ഇന്റർനെറ്റ് യൂസേഴ്സ് 1990 എന്ന് ഇപ്പം എന്ന് പറഞ്ഞാല്, അതായത് 2018 ഒരു കണക്ക് പ്രകാരം 4.1 ബില്യൺ ഓഫ് വ്യൂവേഴ്സ് അല്ലെങ്കിൽ 4.1 ബില്യൺ ഓഫ് യൂസേഴ്സ് ആണ് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആളുകളുടെ നമ്പറിൽ ഒരു റൈസ് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മളുടെ കോവിഡിന്റെ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്റർനെറ്റിന്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻക്രീസിങ് ആണ്. കാരണം എല്ലാവരും വീട്ടിലിരിക്കുകയാണ് അല്ലെ, വീട്ടിൽ അടച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ 45% ഓഫ് പീപ്പിളും എന്താണ് ഇന്റർനെറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് കടകളിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാനോ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനോ നമ്മളെ ഷോപ്പിംഗ് നടത്താനോ എല്ലാത്തിനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ് ഇന്റർനെറ്റ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ ഇന്റർനെറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ബിഹേവിയറിനെ, നമ്മുടെ കോഗ്നിഷൻ, നമ്മുടെ തിങ്കിങ് പാറ്റേണിനെ എല്ലാം എന്താണ് ചേഞ്ചസ് വരും. നമ്മുടെ തിങ്കിങ് പാറ്റേണിന് എങ്ങനെ ചേഞ്ചസ് വരും എന്നുള്ളതിന് നമുക്കൊരു ഒരു ഈസി എക്സാമ്പിൾ പറയാം. നമ്മൾ 2-3 സൈറ്റിൽ നോക്കിയിട്ടാണ് നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ഏത് സൈറ്റിലാണ് കൂടുതൽ സെയില്, അല്ലെങ്കിൽ ഏത് സമയത്താണ് സെയില്, ആ സമയത്തേക്ക് മേടിക്കാം എന്നുള്ള തിങ്കിങ് പാറ്റേൺസ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ എന്താണ് നമ്മൾ തിങ്ക് ചെയ്യൂലേ, നമ്മൾ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ആലോചിക്കും അല്ലെ.
അപ്പം ഇതൊക്കെ എന്താണ് നമ്മുടെ ബിഹേവിയറിനെയും നമ്മുടെ തിങ്കിങ് പാറ്റേൺസിനെയും എല്ലാത്തിനും എന്താണ് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മീഡിയന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ കൊഗ്നിഷനെ, ബിഹേവിയറിനെ എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട്. ഇത് ഇപ്പം മുതൽ ബാധിക്കുന്നൊന്നല്ല, മുമ്പ് തൊട്ടേ എന്താണ് ഇതിനെ എന്താണ് ആൻഷ്യൻ ടൈമിലും നമ്മൾക്ക് മീഡിയക്ക് ഹ്യൂമൻ ബിഹേവിയറിനെയും കൊഗ്നിഷനും ഒക്കെ എഫക്റ്റ്. ഇപ്പൊ ടെലിവിഷൻ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എന്നുള്ളൊരു മീഡിയയാണ്. നമുക്കിപ്പം എന്തെങ്കിലും ഒരു അസുഖം പകരുന്ന ഒരു അസുഖം അന്ന് കാലത്തും, അതായത് മുമ്പ് ഓൾഡ് ഏജിലും ആൻഷ്യൻ ടൈമിൽ വന്നു കഴിഞ്ഞാലും ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ഇൻഫോർമേഷൻ കിട്ടുന്നു, എല്ലാവരും അതിനെക്കുറിച്ച് അവെയർ ആകുന്നു, അല്ലെങ്കിൽ എല്ലാവരും അതിനെക്കുറിച്ചിട്ട് എല്ലാവർക്കും ഇൻഫോർമേഷൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ ഈ അസുഖം വരാതിരിക്കാനുള്ള പ്രിവെന്റേറ്റീവ് മെഷേഴ്സ് ചെയ്യാം, അതൊക്കെ എല്ലാവരും എന്താണ് ചെയ്യും. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കൊഗ്നിഷനെയും ബിഹേവിയറിനെയും എല്ലാത്തിനെയും എന്താണ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. 1950s സമയത്താണ് ടെലിവിഷൻ എന്താണ് ഭയങ്കര പോപ്പുലർ ആയി വന്നിട്ടുള്ളത്. അതായത് ഈ ടെലിവിഷൻ കുട്ടികളിൽ എന്തൊക്കെ ചേഞ്ചസ് വരും, അത് കുട്ടികളിൽ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നത്, ഇതിനെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ടുള്ള സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ എന്താണ് നടക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ മീഡിയ സൈക്കോളജി എന്നുള്ളത് ഒരു ഫീൽഡ് ആക്കി, ഒരു സെപ്പറേറ്റ് ഫീൽഡ് ആക്കി അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഒരു ബ്രാഞ്ച് ആക്കി പറഞ്ഞത് 1987 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഡേറ്റ് 1987. അതുപോലെ ഇന്റർനെറ്റ് ഡെവലപ്പ് ചെയ്തത് 1990. ഓക്കെ. അപ്പം ഇവിടെ മീഡിയ സൈക്കോളജിസ്റ്റ്, ഈ ഒരു മീഡിയ സൈക്കോളജിനെ കുറിച്ച് പഠിക്കുന്ന സൈക്കോളജിസ്റ്റ് നമ്മൾ പറയുന്ന പേരാണ് മീഡിയ സൈക്കോളജിസ്റ്റ്. ഇവര് എങ്ങനെയാണ് മീഡിയ ഹ്യൂമൻസിനെ എഫക്ട് ചെയ്യുന്നത്, ഹ്യൂമൻസിന്റെ ബിഹേവിയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഹ്യൂമൻസിന്റെ കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ തിങ്കിങ്, എപ്പോഴും പറയുന്ന കാര്യമാണ്. ഓക്കെ, നമ്മുടെ തിങ്കിങ്ങിനെ എഫക്ട് ചെയ്തത്, ഇതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ഒരു ടീമാണ് നമ്മുടെ മീഡിയ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് മീഡിയന്റെ കൺസെപ്റ്റ് എന്താണ്, മീഡിയന്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളതൊക്കെ നോക്കാം. അപ്പം ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്സ്ഫോർഡ് ഡിക്ഷണറിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. Media is defined as the main means of mass communication regarded collectively. അതായത് നമുക്ക് പറഞ്ഞില്ലേ, മാസ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു ലാർജ് പ്ലാറ്റ്ഫോം ആണ്. അതായത് ഒത്തിരി ജനങ്ങൾക്ക്, മീൻസ് എല്ലാ ജനങ്ങൾക്കും അല്ലെങ്കിൽ ലാർജ് പോപ്പുലേഷന് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കളക്റ്റീവ് ആയിട്ട് നമ്മൾ റിഗാർഡ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ എന്താണ് മീഡിയ എന്ന് പറയുന്നത്. മീഡിയയിൽ വരുന്നതാണ് ബ്രോഡ്കാസ്റ്റിംഗ്, പബ്ലിഷിംഗ് ആൻഡ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ് മാസ് കമ്മ്യൂണിക്കേഷനാണ് അവിടെ എന്താണ് എഫക്റ്റ് വരുന്നത്. അപ്പൊ മീഡിയ എന്നുള്ള ടേം അതിന്റെ ഒരു പ്ലൂറൽ ഫോം ആണ് മീഡിയം എന്നുള്ളത്. മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തോ ഒരു മീഡിയം, അതിലൂടെ എന്തോ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ടെലിഫോൺസ് ആണെങ്കിൽ അവിടെ വയേഴ്സ്, സൗണ്ട് എന്നുള്ള മീഡിയത്തിലാണ് നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നത് അല്ലെ. ഇപ്പോ നമ്മള് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ വേർഡ്സ് എന്നുള്ള മീഡിയത്തിലൂടെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ സംതിങ് ക്യാൻ ബി ഷെയർഡ്, അതായത് വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് എ മീൻസ് ത്രൂ, അതായത് നമുക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെയാണ് എന്ത് നമ്മൾ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫോർമേഷൻസ്, നമ്മളുടെ ഇൻഫോർമേഷൻ എന്താണോ അത് ബാക്കിയുള്ളവരിൽ എത്തിക്കുക, നമ്മുടെ തോട്ട്സ് എന്താണോ, ഐഡിയോളജീസ് എന്താണോ, ഇത് ബാക്കിയുള്ളവരിൽ എത്തിക്കുക. ഇപ്പൊ ഞാനിവിടെ എനിക്ക് അറിയുന്ന ഒരു നോളജ് ആണ് നിങ്ങൾക്ക് പകർന്നു തരുന്നത്. നമ്മൾ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാണല്ലേ, നോളജ് ഷെയർ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സൂം എന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുന്നത്. ഇത് തന്നെ എന്താണ് ഒരു മീഡിയക്ക് വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് അല്ലെ. ഇത് കൂടാതെ തന്നെ നമുക്ക് എന്താണ്, ഇപ്പോ നമ്മള് ബുക്സ് അല്ലെങ്കിൽ റേഡിയോസ്, നമ്മളെ ഹിസ്റ്ററീസ്, ഓട്ടോബയോഗ്രഫീസ്, ഇതൊക്കെ എന്താണ് ഒരു മീഡിയത്തിന്റെ മീഡിയക്കുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇവിടെ ബിഗിനിങ് ഓഫ് മീഡിയ എന്ന് പറഞ്ഞിട്ട് മീഡിയന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട്, അതായത് സെക്കൻഡ് സെഞ്ചുറി CE മുതൽക്കുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു പോകട്ടോ. ഇനി മീഡിയന്റെ ഹിസ്റ്ററി, ഹൗ ഇറ്റ് ഓൾ കെയിം ടു ബി. അതായത് നമ്മൾ പ്രിന്റഡ് മീഡിയ മുതൽക്ക് നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്ന ഇന്റർനെറ്റ് വരെ എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്.
അപ്പം മീഡിയ ഇവോൾവ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതായത് ഇതിന് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയത് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഇന്റർനെറ്റിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിക്കുമോ എന്നുള്ളത് എന്താണ് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ VI കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സോറി VR വെർച്വൽ റിയാലിറ്റി അല്ലെങ്കിൽ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ എന്താണ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി എന്ത് എന്നുള്ളത് നമ്മൾ എന്താണ് ഭയങ്കര കൗതുകത്തോട് കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രതീക്ഷിച്ച് മീൻസ് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് അല്ലെ. എന്തടുത്തതാണ് വരുന്നത്, നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ട് ലോകത്ത് സമ്മാനിക്കുന്നത് എന്താണ് എന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാവരും എന്താണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ മീഡിയ ഡെവലപ്പ് ചെയ്തത് ഇൻവെൻഷൻ ഓഫ് പേപ്പർ മുതലാണ്. പേപ്പർ ഡെവലപ്പ് ചെയ്ത മുതലാണ് മീഡിയ ഒന്നും കൂടി എന്താണ് സ്പീഡപ്പ് ആയിട്ട് എന്താണ് ഈ ഒരു മീഡിയ ഇവോൾവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ കോപ്പീസ് ഒക്കെ ഹാൻഡ് റിട്ടൺ ചെയ്തു. ആ സമയത്ത് ആളുകളിലേക്ക് എത്തിച്ചേരുക. ഈ ഹാൻഡ് റിട്ടൺ എന്ന് പറഞ്ഞാൽ അവർ കുത്തിയിരുന്ന് എഴുതണം അല്ലെ. എന്താണോ കണ്ടന്റ് അത് അവർ എഴുതിയേ വേണം. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാല് ഇതിന്റെ ഒരു റീച്ചബിലിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഔട്ട് സപ്ലൈ എന്ന് പറയുന്നത് എന്താണ് ലിമിറ്റഡ് ആയിരുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞാല് ടൈം പാസ് ചെയ്ത് കഴിഞ്ഞ് 1000 ഇയേഴ്സിന് ശേഷമൊക്കെയാണ് നമ്മൾ എന്താണ് പേപ്പർ ഇൻവെൻഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് പ്രിന്റിംഗ് പ്രസ്, അതായത് കോപ്പീസ് നമ്മൾ ജെറോക്സ് കോപ്പീസ് കിട്ടുന്ന പോലെ നമ്മൾ പ്രിന്റിംഗ് പ്രസ് ഇൻവെന്റ് ചെയ്തത്. ജോ ജോഹൻസ് കുട്ടൻസ്ബർഗ് ആണ് ഇത് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. പേര് നോട്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹാൻഡ് റിട്ടൺ ഒന്നും ചെയ്യണ്ട, പെട്ടെന്ന് തന്നെ ഒരു മാസ് പ്രൊഡക്ഷൻ നമുക്ക് എന്താണ് കിട്ടാൻ വേണ്ടി പറ്റും. നമുക്ക് മാസ് പ്രൊഡക്ഷൻ ഓഫ് പ്രിന്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം 17th സെഞ്ചുറി ഒക്കെ ആയപ്പോഴാണ് ന്യൂസ് പേപ്പർ വന്നത്. ഓക്കെ, ന്യൂസ് പേപ്പർ കമ്മിങ് ഇൻ ടു ദ പിക്ചർ. നമുക്ക് ന്യൂസ് പേപ്പർ എന്നുള്ളൊരു സംഭവം വന്നിട്ടുള്ളത്. അപ്പൊ ഈ ന്യൂസ് പേപ്പറിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഈ ന്യൂസ് ഒക്കെ വായിക്കാൻ വയ്യാത്ത ആളുകൾ ഉണ്ടാവും. എല്ലാവരും നല്ല നോളജ് അല്ലെങ്കിൽ ലിറ്ററേറ്റ് മീൻസ് വായിക്കാനുള്ള എബിലിറ്റിയും കാര്യങ്ങളും ഒന്നും ഇല്ലവരൊന്നും ആവില്ല. ചിലവർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നോളജ് ഒക്കെ കുറവ് കാരണം ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ ഈ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താണ് ഒരു ഡ്രോബാക്ക് ആയിരുന്നു. അവർക്കും എന്താണ് ഈ ഒരു ഇൻഫോർമേഷനും കാര്യങ്ങളും ഒന്നും എത്താത്തൊരു രീതിയിൽ വന്നിട്ടുണ്ടാകും. അങ്ങനെയാണ് പിന്നെ ഡിഫറെന്റ് ആയിട്ട് റെയിൽവേന്റെ ഡെവലപ്മെന്റ്, നമ്മളെ റെയിൽവേന്റെ ഡെവലപ്മെന്റ് ഒക്കെ എത്തി. അപ്പോഴൊക്കെ നമുക്ക് എന്ത് പറ്റിയിട്ടുണ്ട്, നമുക്ക് ന്യൂസ് പേപ്പർ ഡിഫറെന്റ് ആയിട്ട് റീജിയൻസിലും കാര്യങ്ങളിലും ഒക്കെ എത്തിപ്പെടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അങ്ങനെ 1800s നമ്മളെ ന്യൂസ് പേപ്പറിന്റെ ഒരു ഹ്യൂജ് സപ്ലൈ, അതായത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മീഡിയ ആയിട്ട് നിന്നിരുന്നത് ന്യൂസ് പേപ്പർ. കാരണം റെയിൽവേന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് കാരണം നമുക്ക് ഏത് ദൂരത്തുള്ള സ്ഥലങ്ങൾക്കും ന്യൂസ് പേപ്പർ എന്താണ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നു. ഓക്കെ, ഇനി അതിനുശേഷമാണ് ഫോട്ടോഗ്രഫി വന്നിട്ടുള്ളത്. ഫോട്ടോഗ്രഫി അതായത് പുതിയ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ 1900 ആയിട്ടുള്ള സമയത്ത് നമ്മൾ ന്യൂസ് പേപ്പറിന്റെ കൂടെ പിക്ചേഴ്സ് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നൊക്കെ കിട്ടുന്ന നമുക്ക് ന്യൂസ് പേപ്പറിൽ എങ്ങനെയാണ് ഓരോ ന്യൂസിന്റെ അടുത്തും അതിന്റെ മുകളിലോ താഴെയോ നമുക്ക് അതിന്റെ പിക്ചേഴ്സ് ഉണ്ടാകുന്നിട്ട് പിക്ചേഴ്സ് ഉണ്ട് അല്ലെ. അതായത് ഇപ്പം ഏത് ന്യൂസ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ അടുത്ത് ഇപ്പൊ ഏതെങ്കിലും ആളുകളെ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ ആ വ്യക്തികളുടെ ഫോട്ടോ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഇനാഗ്രേഷൻ ആണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെയും അവിടെ ഇനാഗ്രേറ്റ് ചെയ്ത ആളുകളുടെ ഫോട്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പം ഈ ഒരു പുതിയ ടെക്നോളജിക്ക് ശേഷം ന്യൂസ് പേപ്പറിന്റെ കൂടെ എന്താണ് ഫോട്ടോസ് പിക്ചേഴ്സ് കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു ടെക്നോളജി ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞു. അതിനുശേഷമാണ് ടെലിഗ്രാംസ് വന്നു കഴിഞ്ഞത്. അതായത് ഹയസ്റ്റ് സ്പീഡ് ആയിരുന്നു ടെലിഗ്രാംസിനുള്ളത്. 55 km/h ആണ് ടെലിഗ്രാംസ് നമുക്ക് സെൻഡ് ചെയ്യാനെല്ലാം പറ്റിയിട്ടുള്ളത്. അതിനുശേഷം അത് മാറിയിട്ട് നമുക്ക് എന്താണ് 1876 ആയപ്പം ടെലിഫോണിക് ടെക്നോളജി വന്നു തുടങ്ങി. അതായത് ടെലിഫോൺസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം ഇൻസ്റ്റന്റ് ആയി. ഇപ്പൊ ടെലിഗ്രാം നമുക്ക് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് എപ്പോഴാന്നില്ല നമുക്ക് വെയിറ്റ് ചെയ്തേക്കാം. ഇത് നമുക്ക് ടെലിഫോൺ ആണെങ്കിലോ നമ്മൾ ഇവിടുന്ന് ഹായ് എന്ന് പറയുമ്പോഴത്തേന് അപ്പുറത്ത് നിങ്ങളുടെ ഹലോ എന്ന് നമുക്ക് കേൾക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇൻസ്റ്റന്റ്ലി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മീഡിയ ടെക്നോളജിന്റെ ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, പെട്ടെന്നില്ല ഡെവലപ്മെന്റ് ആണ്. നമ്മൾ ഇയേഴ്സ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം ഈ ഒരു ഡെവലപ്മെന്റ് കണ്ടിന്യൂ ചെയ്തിട്ടാണ് പിന്നെ റേഡിയോസ് എക്സിസ്റ്റന്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്, എക്സിസ്റ്റൻസിൽ വന്നത്. ഓക്കെ, അപ്പൊ റേഡിയോസ് വന്നതിന് ശേഷം ഇവ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ അവർക്കൊക്കെ എന്താണ് റേഡിയോസിൽ കാര്യങ്ങൾ കേൾക്കും, ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനും പുതിയ എന്ത് വിവരങ്ങളുണ്ടോ ഇതൊക്കെ അവർക്ക് കേൾക്കാൻ വേണ്ടി പറ്റല് തുടങ്ങി. ഓക്കെ, അപ്പൊ റേഡിയോസ് ആണെങ്കിൽ നമുക്ക് ഈ വയേഴ്സും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. അങ്ങനെയാണ് നമ്മൾ എന്താണ് റേഡിയോ എന്നുള്ള ടെക്നോളജി
വന്നു കഴിഞ്ഞത്. അതിനുശേഷമാണ് ടെലിവിഷൻ വന്നു കഴിഞ്ഞത്. ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ 1950s മുതലാണ് ടെലിവിഷൻ എന്താണ് കണ്ടിന്യൂ ചെയ്ത് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ. അതിനുശേഷം 1960s എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡ് ഒരു ഫോറെവർ ആയിട്ടുള്ള ചേഞ്ച്, അതായത് ഭയങ്കരമായിട്ടുള്ള മാറ്റമാണ് വന്നു കഴിഞ്ഞത്. അതായത് ഇന്റർനെറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇന്റർനെറ്റിന്റെ സിസ്റ്റംസും കാര്യങ്ങളും സെറ്റിങ്ങും ഒക്കെ എന്താണ് മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നമ്മൾ ചെയ്യലുണ്ട്. അതായത് 2 കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റേ കമ്പ്യൂട്ടറിലേക്ക് ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുക, അങ്ങോട്ട് സെൻഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യൽ തുടങ്ങി. അതിനുശേഷമാണ് 1990 ഏറ്റവും പോപ്പുലർ ആയിട്ട് ഇന്റർനെറ്റ് എക്സിസ്റ്റൻസിൽ വരികയും നമ്മൾ വേൾഡ് വൈഡ് വെബ് WWW എന്നുള്ള വേൾഡ് വൈഡ് വെബ് വന്നു കഴിഞ്ഞു. അതിനുശേഷം വിത്തിൻ 3 years ഈ വേൾഡ് വൈഡ് വെബ് വന്നതിന് ഒരു 3 വർഷം കഴിഞ്ഞൊക്കെ തന്നെ 600 ഓഫ് വെബ്സൈറ്റ് വന്ന് 600 ഓഫ് വെബ്സൈറ്റ് റണ്ണിങ്ങിൽ വന്ന് നിലവിൽ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം നമ്മുടെ ലാർജ് സ്കെയിൽ ഓഫ് ഹ്യൂമൻ ബീങ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻ റാപ്പിഡ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. മീൻസ് അങ്ങനെ ഒരു പോസിബിലിറ്റി ആണ് ഇന്റർനെറ്റ് നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ഒക്കെ ഒരു മെത്തേഡ്സിനെക്കാട്ടിലും ഈസിയർ ആയിട്ട് ഇവിടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനുശേഷമാണ് 1998 ഗൂഗിൾ ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ കണ്ടുപിടിച്ച് അത് ഒന്നും കൂടി ഒരു നമ്മൾ ഇന്റർനെറ്റിന്റെ ലെവൽ ഒന്നും കൂടെ മാറ്റി. കാരണം നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എന്തുണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെർച്ച് ചെയ്യാനും എല്ലാത്തിനും പറ്റും. മറ്റേത് അവിടെ എന്താണോ ഉള്ളത് അത് നമുക്ക് കാണാനോ കേൾക്കാനോ ഉള്ളു പറ്റിയത്. ഗൂഗിൾ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് സെർച്ച് ചെയ്യാനും കിട്ടാനും എല്ലാത്തിനും ഉള്ള ടെക്നോളജിയാണ് വന്നു തുടങ്ങിയത്. ഓക്കെ. ഇതാണ് എന്ത് നമ്മളെ മീഡിയന്റെ ഒരു ഫാസ്റ്റ് ഹിസ്റ്ററി ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് അവിടെ പേപ്പർ ഇൻവെന്റ് ചെയ്തതിനു ശേഷം പ്രിന്റിംഗ് പ്രസ് ജോൺസ് ഗുട്ടൻബർഗ് ഇൻവെന്റ് ചെയ്ത്, പ്രിന്റിംഗ് പ്രസ്സിന് ശേഷം നമുക്ക് ന്യൂസ് പേപ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ടെലിഗ്രാംസ് വന്നിട്ടുണ്ടായിരുന്നു, ദെൻ റേഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു, ദെൻ ടെലിവിഷൻ വന്ന്, ദെൻ ഇന്റർനെറ്റ് വന്ന് 3 ഇയറിന്റെ ഉള്ളിൽ വേൾഡ് വൈഡ് വെബ് വന്ന് വിത്ത് 600 വെബ്സൈറ്റ് ഓപ്പൺ ആയി. അതൊക്കെയാണ് നമ്മുടെ മീൻസ് മീഡിയന്റെ ഒരു ഡെവലപ്മെന്റ് ആയിട്ട് നമുക്ക് എന്താണ് പറയാനുള്ളത്. ഓക്കെ. ഇനി ഫങ്ഷൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മീഡിയന്റെ ഫങ്ഷൻസും സിഗ്നിഫിക്കൻസും എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ മീഡിയ വന്നതിന് ശേഷം നമുക്കറിയാം പല കാര്യങ്ങളും നമുക്ക് പോസിബിൾ ആയിട്ടുണ്ട് അല്ലെ, പല കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ടുണ്ട്. മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എന്താണ് മേജർ ആയിട്ടുള്ള റോള് തന്നെ വഹിക്കുന്നുണ്ട് നമുക്ക് പറയാം അല്ലെ. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഈസിയർ ആയി, നമുക്ക് കൂടുതൽ നോളജ് കിട്ടാൻ വേണ്ടി തുടങ്ങി. നമുക്കൊരു ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ്സിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് കിട്ടുന്നത്. നമ്മൾ വീട്ടിൽ പോയി യൂട്യൂബിൽ നോക്കുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യാനൊക്കെ ആകുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള നോളജ് കിട്ടാൻ വേണ്ടി തുടങ്ങി. നമ്മള് എത്ര ജോഗ്രഫിക്കൽ ബൗണ്ടറീസിൽ വിട്ട് നിൽക്കുന്ന ആളുകൾ, എത്ര ലോങ്ങിൽ എത്ര കിലോമീറ്റേഴ്സ് അകലെ നിൽക്കുന്ന ആളുകളോ, എത്ര വേറെ കൺട്രീസ് നമ്മൾ അപ്പാർട്ടായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും നമുക്ക് എന്താണ് കോണ്ടാക്ട് ചെയ്യാനും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാത്തിനും ഉള്ള ഒരു അവൈലബിലിറ്റി എന്താണ് വന്നു തുടങ്ങി. അപ്പം മീഡിയ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെ വഹിക്കുന്നുണ്ട്. റോബർട്ട് കെ മേർട്ടൺ പറയുന്നുണ്ട്, ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആട്ടോ. അതായത് മാസ് കമ്മ്യൂണിക്കേഷന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പാണ്. ഒന്നെങ്കിൽ അത് മാനിഫെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ലേറ്റന്റ് ആയിരിക്കും. മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും, എന്താണ് ഈ മീഡിയ കൊണ്ടുവന്ന മാറ്റം എന്താണ്, അല്ലെങ്കിൽ ഈ മാസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്ന മാറ്റം എന്താണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മാനിഫെസ്റ്റ് ആവും. ലേറ്റന്റ് ആവുമ്പോൾ നമുക്ക് എന്താ നമ്മൾ ഉള്ളിൽ അറിയാം നമുക്ക് എന്തൊക്കെ അവിടെ ചേഞ്ചസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചേഞ്ചസ് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉള്ളിൽ നമുക്കുള്ള ഒരു ഊഹത്തിനെയാണ് ലേറ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഹറോൾഡ് ലാസ്വെൽ 1948 അതുപോലെ തന്നെ ചാൾസ് റൈറ്റ് 1960 ഇവര് മാസ് മീഡിയന്റെ ഫങ്ഷൻസിനെ കുറച്ച് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെയാണ് സർവീലിയൻസ് ഓഫ് ദി എൻവറോൺമെന്റ്. സർവീലിയൻസ് ഓഫ് ദി എൻവറോൺമെന്റ് നമുക്ക് പറയാനുള്ളത്, അതായത് മീഡിയന്റെ ഒരു സ്പ്രെഡ് കാരണം നമുക്ക് എത്ര ആളുകളിൽ അവയർനെസ് കിട്ടാന്, അതുപോലെ നമ്മുടെ ലോകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു ഇൻഫോർമേഷൻസ് എല്ലാവർക്കും കിട്ടാനുള്ള ഒരു ചാൻസസ് ആണ് നമുക്ക് മീഡിയ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് കോവിഡ് വന്നു, നമുക്ക് ലോക്ക്ഡൌൺ ആണ്, കോവിഡിന്റെ സീരിയസ്നെസ് എന്തൊക്കെയാണ് നമ്മുടെ ലോക്ക്ഡൌണിന്റെ മാനദണ്ഡങ്ങൾ, ഇതൊക്കെ നമ്മൾ എല്ലാവരും കാണുന്നത് ഇങ്ങനെയാണ്.
മീഡിയാസിലൂടെയാണ്, ന്യൂസ് ചാനൽസിലൂടെയാണ് കാണുന്നത്. ആരും അവിടെ പോയിട്ട് ഡയറക്റ്റ്ലി അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ആരും ഇങ്ങനെ ചെയ്യണം വിവരം നമ്മുടെ വീട്ടിൽ വന്ന് പറയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾക്ക് ഈ ലോകത്ത് എന്ത് നടക്കുന്നു എന്നുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയത് മീഡിയ എന്നുള്ള പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ്. അതായത് നമുക്ക് എന്തൊരു നാച്ചുറൽ ഡിസാസ്റ്റർ, ഇപ്പൊ വയനാട്ടിൽ ഇപ്പം വന്ന ഇഷ്യൂ, ഈ ഒരു 2024 ആ മഴയിൽ വയനാട്ടിലുള്ള ആ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം എന്താണ് നമ്മുടെ ന്യൂസ് ചാനൽസിലൂടെയും റേഡിയോസിലൂടെയും ഇന്റർനെറ്റിലൂടെയും ഒക്കെയാണ് നമുക്ക് എന്താണ് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രിക്വേഷൻസും കാര്യങ്ങളും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അതുപോലെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മേജർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ്. അതായത് 2011 ശേഷം ഫേസ്ബുക്കും എന്താണ് മേജർ ആയിട്ടുള്ള റോൾ തന്നെ വഹിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് before the presence of internet and social media channels that existed were the only ones that selected what news or information broadcast, how journalists or experts interpreted them. അതായത് ഇവിടെ പറയുന്നത് നമ്മൾ ഇന്റർനെറ്റ് വന്ന് മീൻസ് സോഷ്യൽ മീഡിയാസ് മാത്രമുള്ള സമയത്ത് നമ്മൾക്ക് അവിടെ എന്താണ് അവർ തരുന്ന ന്യൂസ് ഇതിനെ കുറിച്ച് മാത്രമേ നമുക്ക് ബോധറാവുള്ളൂ. പക്ഷേ ഇന്റർനെറ്റ് ഒക്കെ വന്ന ശേഷം അവിടെ എന്ത് നടക്കുന്നു, ഇവിടെ എന്ത് നടക്കുന്നു, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്താണ് ഡിഫറെന്റ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് പറ്റിയത്. അതാണ് കോറിലേഷൻ ഫംഗ്ഷൻ എന്നുള്ളത്. ഇനി കൾച്ചറൽ ട്രാൻസിഷൻ ആൻഡ് ഇൻഫ്ലുവൻസിങ് സൊസൈറ്റി നോ. അതായത് ഫസ്റ്റ് രണ്ട് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇൻഫോർമേഷൻ എടുക്കുന്നു, എങ്ങനെ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നു, എങ്ങനെ അതിനെ പെർസീവ് ചെയ്യുന്നു. പെർസീവ് എന്ന് പറഞ്ഞാൽ മീനിങ് ഫുള്ളി എങ്ങനെ ഇന്ററപ്റ്റ് ചെയ്യുന്നു, മീൻസ് മീനിങ് ഫുള്ളി എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഫസ്റ്റ് രണ്ട് ഫങ്ഷൻസ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ മൂന്നാമത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ മീഡിയ എങ്ങനെ കൾച്ചറിനെയും സൊസൈറ്റൽ വാല്യൂസിനെയും ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ഫങ്ഷൻ എന്താണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ ചിൽഡ്രൻസിന്റെ കാർട്ടൂൺ പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ അതിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഗുഡ് അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയിൽ ഗുഡ് അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാകും അവര് ചെയ്യുന്നുണ്ടാവുക. അതായത് ആ ഒരു പെർസ്പെക്റ്റീവ്, അതായത് ഇപ്പൊ ലവ് ആണോ അല്ലെങ്കിൽ കെയറിങ് ആണോ കംഫർട്ട് ആണോ, ഇതൊക്കെ കുട്ടികളിലേക്ക് ആ റൊമാൻറ്റിക് ലവിലൊന്നും മീൻസ് എന്താണ് അവരുടെ ഇമോഷൻസ്, മീൻസ് നല്ലൊരു ഇമോഷൻ, കുട്ടികളെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള നല്ലൊരു ഇമോഷൻ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എന്താണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇനി അടുത്തതാണ് എഡ്യൂക്കേഷൻ ആൻഡ് എന്റർടൈൻമെന്റ്. എഡ്യൂക്കേഷൻ ആൻഡ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ ലേറ്റർലി ആഡ് ചെയ്തത് റൈറ്റ് ആണ്. അറിയാലോ, മെയിൻ ആയിട്ട് നമ്മൾ പറയണ്ട, നമ്മളും എന്താണ് എഡ്യൂക്കേഷൻ ഒരു പ്ലാറ്റ്ഫോമിനനുസരിച്ചിട്ടാണ് ഇപ്പം എന്താണ് മീഡിയ യൂസ് ചെയ്യുന്നത്. എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണുന്നുണ്ട്, അതുപോലെ യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ് ഒരു എന്റർടൈൻമെന്റ് പെർപ്പസിനും കൂടെ നമ്മൾ ഇതിൽ എൻഗേജ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് മീഡിയയാണ്. മീഡിയന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പം ബൈ ദ ഡെഫിനേഷൻ ഇറ്റ്സെൽഫ് നമുക്കറിയാം മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മാസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാർജ് പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ എന്താണ് മീഡിയ എന്ന് പറയുന്നത്. ആദ്യം പ്രിന്റഡ് മീഡിയ ആയിരുന്നു, പിന്നീട് ഇലക്ട്രോണിക് മീഡിയ ആയി, പിന്നീട് ഇപ്പൊ ന്യൂ ഏജ് മീഡിയ ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രിന്റ് മീഡിയയിൽ വരുന്നതാണ് ന്യൂസ് പേപ്പേഴ്സും മാഗസിൻസും ഒക്കെ. ഇലക്ട്രോണിക് മീഡിയയിൽ വരുന്നതാണ് നമ്മുടെ ടെലിവിഷനും റേഡിയോയും ഫിലിംസും എല്ലാം. ഇനി തേർഡ് ടൈപ്പ് ന്യൂ ആയിട്ട് വന്നതുള്ളതാണ് നമ്മുടെ ന്യൂ ഏജ് മീഡിയ. നമ്മുടെ ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടർ, ഇതൊക്കെയാണ് ന്യൂ ഏജ് മീഡിയയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രിന്റ് മീഡിയയിൽ വരാം. പ്രിന്റ് മീഡിയയിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻ, ബുക്ക്ലെറ്റ്, ബ്രോഷേഴ്സ്, ഹൗസ് മാഗസിൻ, periodicals, newsletters, direct mailers, handbills, billboards, press release, ബുക്സ്, ഇതൊക്കെയാണ് എന്ത് നമ്മൾ പ്രിന്റ് മീഡിയയിലെ വേർഡ്സ് യൂസ് ചെയ്ത് നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് നമ്മളൊരു മാസ് കമ്മ്യൂണിക്കേഷൻ മാസ് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് പ്രിന്റ് മീഡിയ എന്നുള്ളത്. ഇനി ഇലക്ട്രോണിക് മീഡിയ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് മീഡിയ, അതിൽ വരുന്നതാണ് TV, റേഡിയോ, ഫിലിംസ്, ഇതൊക്കെയാണ് വരുന്നത്. അറിയാലോ, ഇതൊക്കെ ഇലക്ട്രോണിക് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്, ഇലക്ട്രോ മെക്കാനിക്കൽ ആയിട്ട് നമ്മൾ ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ്. അതായത് ഇലക്ട്രോണിക് മീഡിയ ആൻഡ് ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ട് രണ്ടിന്റെയും കാറ്റഗറിയിൽ വരുന്നതാണ് ഇലക്ട്രോണിക് മീഡിയ എന്നുള്ളത്. ഓക്കെ,
നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. 3 ബേസിക് ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് മീഡിയയിലും ബേസിക് ആയിട്ട് വരുന്നതാണ് നമ്മളെ റേഡിയോ, ഇന്റർനെറ്റ്, ടെലിവിഷൻ ഒക്കെ. അപ്പൊ റേഡിയോ പറയാം നമുക്ക് ഫസ്റ്റ്. റേഡിയോ സർവീസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ സ്പീച്ച്, പിക്ചേഴ്സും മ്യൂസിക്കും ഇതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ലിറ്ററി തിൻ ഇയേഴ്സിലൂടെയാണ് ലിറ്ററി ഇതെന്താണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇവിടെ ഫോണോഗ്രാഫ്സ് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ഉണ്ട്. എ ഡിവൈസ് ദാറ്റ് വാസ് ഏബിൾ ടു റെക്കോർഡ് സൗണ്ട് ആൻഡ് പ്ലേ ഇറ്റ് ബാക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഇറ്റ് വാസ് പ്രസന്റഡ് ടു ദ പബ്ലിക്. അപ്പൊ ഫോണോഗ്രാഫ് എന്നുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സൗണ്ട്സ് ഒരു വട്ടം പ്ലേ ചെയ്ത സൗണ്ട് വീണ്ടും ആദ്യക്കുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താണ് റീപ്ലേ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടെക്നോളജിനെയാണ് ഫോണോഗ്രാഫ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഷിപ്സിലും എയർപ്ലെയിൻസിലും എമർജൻസി സർവീസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇന്ന് നമുക്ക് US 600 റേഡിയോ സ്റ്റേഷൻസ് അവൈലബിൾ ആണ്. 1922 ഒരു കണക്കിലാണ് പറയുന്നത്. ഓക്കെ. എല്ലാവരും അധികം 60% ഓഫ് അമേരിക്കൻസും ഒക്കെ എന്താണ് 1923 to 1930 ഈ ഒരു കാലയളവിൽ എന്താണ് കൂടുതലായിട്ട് റേഡിയോനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൺ ടെലിവിഷൻ. ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ 20-year-old ആയിട്ടുള്ള ഫൈലോ ടൈലർ ഫ്രാൻസ്വർത്ത് ആണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത്. ഈ ഫൈലോ ടൈലറിന്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. അതായത് അയാളുടെ ചൈൽഡ്ഹുഡ് ടൈമിൽ വീട്ടിൽ ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. ആ ആളാണ് ലേറ്റർ ടെലിവിഷൻ എന്താണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു September 7, 1927. ഓക്കെ. അപ്പം ഇന്ന് 1959 ശേഷം ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ എന്താണ് ടെലിവിഷൻ എന്താണ് ഒരു പാട്ടായിട്ട് തന്നെ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളുടെ ഒരു കണക്ക് പ്രകാരം അനുസരിച്ചിട്ട് യു എസ് എത്തെ ഒരു കണക്ക് അനുസരിച്ചിട്ട് ആവറേജ് ആയിട്ട് അമേരിക്കൻസിന്റെ വീട്ടില് 2.5 പീപ്പിൾ ആണ് അവിടെ ജീവിക്കുന്നതെങ്കിൽ 2.86 ടെലിവിഷൻ അവിടെ ഉണ്ട്. അതായത് ഒരു വീട്ടിൽ മോർ ദാൻ വൺ ടെലിവിഷൻ എന്താണ് ഓരോ വീട്ടിലും ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു കണക്കെടുപ്പിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഈ നമ്മുടെ ടെലിവിഷൻ തന്നെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ചാനൽസ് ഉണ്ട്. 800+ ചാനൽസ് ആണ് നമുക്കുള്ളത്. അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജസിലെ ഡിഫറെന്റ് കണ്ടന്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്താണ് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളുടെ ടെലിവിഷന്റെ റീച്ച് എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില വീടുകളിലൊക്കെ നമ്മൾ മൊബൈലും ഇന്റർനെറ്റും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്താ യൂഷ്വലി ആ പണ്ട് TV എല്ലാവരും ഒരുമിച്ചിരിക്കുക എന്നുള്ള ആ ഒരു ഇതിൽ എന്താണ് ഇപ്പോഴും ടെലിവിഷൻ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഓക്കെ. അപ്പം ഈ 800 ചാനൽസ് ഒക്കെ നമുക്ക് അറിയാം റൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാം അല്ലെ. ഇതിന്റെ ഒക്കെ മുമ്പ് ഉണ്ടായിരുന്നത് ദൂരദർശൻ എന്ന് പറഞ്ഞ ചാനലായിരുന്നു. അത് 1959 അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ റെഗുലർ ഡെയിലി ട്രാൻസ്മിഷൻ ആയിട്ട് വന്നിട്ടുള്ളത് 1965 പിന്നെ ഇതിന്റെ ടെലികാസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്വൈസ് എ ഡേ, ദിവസത്തിൽ 2 പ്രാവശ്യമാണ് ഉണ്ടാകുന്നത്. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അത് കവർ ചെയ്യും. നമ്മളെ കൃഷിനെ കുറിച്ചിട്ട്, ആരോഗ്യപരമായ കാര്യങ്ങൾ, ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചിട്ട്, എന്റർടൈൻമെന്റ്സ് ആയിട്ടുള്ള മ്യൂസിക്, ഡ്രാമ, ഫോക്ക് ഇതൊക്കെ എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള സീരീസും എന്താണ് ടെലിവിഷനിൽ നമുക്ക് കിട്ടും. ഫസ്റ്റ് മേജർ ആയിട്ടുള്ള സീരീസ് ചെയ്യുന്നു ഹുംലോക്, ബുനിയാദ്, രാമായണ, മഹാഭാരത. ഇതൊക്കെ 1980s ഇതൊക്കെ പ്രൊമിനന്റ് ആയി നിന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ അതിനുശേഷം 1980s ആയപ്പം ഒരു ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഇന്ത്യയിൽ അധിക ആളുകളുടെ വീട്ടിലും എന്താണ് ടെലിവിഷൻ ഉണ്ട്. മീൻസ് ടെലിവിഷൻ എന്ന അവരുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ആണ് നമുക്ക് പറയാനുള്ളത് ഫിലിംസ് എന്നുള്ളത്. ഫിലിംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് എന്താണ് ഒരു സീരീസ് ആയി പോയിട്ട് നമുക്ക് എന്താണ് കാണപ്പെടുന്നതാണ്. ഓക്കെ. അപ്പൊ ഗ്രേഗ് ബെൻസിൻ പറഞ്ഞിട്ടുണ്ട്, ആളൊരു അമേരിക്കൻ വീഡിയോ പ്രൊഡ്യൂസർ ആണ്, വീഡിയോഗ്രാഫർ ആണ്, വ്ളോഗർ ആണ്. അദ്ദേഹത്തിന്റെ ഒരു കോട്ട് അവിടെ ഉണ്ട്. It is a universal language that let us tell stories about our collective hopes and fears to make sense of the world around us and the people around us. അതായത് നമുക്ക് ഫിലിംസിൽ ഇതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. അതായത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ്. കാരണം അവിടെ വീഡിയോസ് കൂടെ പ്രസന്റ് ആണ് അല്ലെ. നമുക്ക് ഓരോ സ്റ്റോറീസ് പറഞ്ഞു തരികയാണ് ചെയ്തത്.
നമ്മുടെ പ്രതീക്ഷകളെ കുറിച്ച്, പേടികളെ കുറിച്ചിട്ട് നമ്മളെ വേൾഡിനെ മനസ്സിലാക്കി തരിക, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുള്ള ആളുകളെ മനസ്സിലാക്കി തരിക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് നമുക്ക് എന്താണ് ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഗ്രേഗ് ബെൻസിൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ ലൂമിയ ബ്രദേഴ്സ് ആണ്. ലൂമിയ ബ്രദേഴ്സ് ആണ് ഫസ്റ്റ് ആയിട്ടുള്ള ഫിലിം. അവരുടെ വീഡിയോസിൽ എന്ന് പറഞ്ഞാൽ ഡെയിലി ലൈഫ്സ്, അതായത് ഒരു ട്രെയിൻ സ്റ്റേഷനിലേക്ക് വരുന്നത്, കുട്ടികൾ രണ്ടുപേര് ഫൈറ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ലൂമിയ ബ്രദേഴ്സിന്റെ ആ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് റൂമറും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ എന്നുള്ളത്. അപ്പൊ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺലി നമുക്കറിയാം എന്ത്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിട്ട് മാറിയതാണ് ഇന്റർനെറ്റ് എന്നുള്ളത്. നമ്മൾ ഷോപ്പ് ചെയ്യുന്നതും ഫുഡ് കഴിക്കുന്നതും ഒക്കെ എന്താണ് ഇന്റർനെറ്റ്, നമ്മളൊരു പേയ്മെന്റ് നടത്തുന്നതും എല്ലാം ഇന്ന് എന്താണ് ഡിജിറ്റൽ ആയിട്ടാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ഓക്കെ, JCR ലിക്ലിഡർ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ് ഇതിന്റെ ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തത് 1962. അതായത് രണ്ട് കമ്പ്യൂട്ടേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ രണ്ട് മൊബൈൽസിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി വന്നത് ഈ 1962 ഇയാളുടെ ഈ ഒരു സയന്റിസ്റ്റിന്റെ ഒരു ഐഡിയ പ്രകാരമാണ്. അങ്ങനെയാണ് ഫസ്റ്റ് ടൈം 1969 രണ്ട് കമ്പ്യൂട്ടേഴ്സ് തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻസ്, മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അർപ്പാനെറ്റ് എന്നുള്ള ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ് അത് തുടങ്ങിയത്. അതൊരു ഗവൺമെന്റ് കമ്പ്യൂട്ടേഴ്സ് നെറ്റ്വർക്ക് ചെയ്യുന്നിട്ടോ ആ ടൈമില്. അങ്ങനെയുള്ള ഫസ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്തത് ലോഗിൻ എന്നുള്ള മെസ്സേജ് ആണ് സെൻഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് 1991 ടിം ബേണേഴ്സ്ലി ഇൻവെന്റ് ചെയ്തത് വേൾഡ് വൈഡ് വെബ്, WWW എന്നുള്ള ഈ വേൾഡ് വൈഡ് വെബ് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. അതിൽ എന്ന് പറഞ്ഞാല് ഒരു നമ്പർ സയന്റിസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് തന്നെ അതിലുണ്ട്. ഒരു ഗ്ലോബൽ ഇന്റർനെറ്റ് കണക്ഷൻ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. വേൾഡ് കംപ്ലീറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ വേൾഡ് വൈഡ് വെബ് വന്നതിന് ശേഷം അതിനു മുമ്പും എല്ലാം പീപ്പിൾസിന് എന്താണ് ഇൻഫോർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സസ് ചെയ്യാനും കണക്റ്റഡ് ആയി ഡിഫറെന്റ് പ്രോക്സിമിറ്റി, എത്ര ദൂരത്തുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്കൊക്കെ കണക്റ്റഡ് ആയിട്ട് നിൽക്കാനും എല്ലാത്തിനും സാധിച്ചത് എന്താണ് ഈ വേൾഡ് വൈഡ് വെബിന്റെയും ഇന്റർനെറ്റിന്റെയും എല്ലാത്തിന്റെയും ഒരു ഡെവലപ്മെന്റിന് ശേഷമാണ്. അപ്പൊ നമ്മുടെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഫ്രണ്ട് സീറ്റ് തന്നെയാണ് അല്ലെ ഇന്ന് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ മുമ്പോട്ട് പോകുന്നത് എന്ന് ലിറ്ററലി നമുക്ക് പറയാൻ തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ ടെക്നോളജിയാണ് തീരുമാനിക്കാം. ഇനി വരും യുഗത്തിൽ നമുക്ക് എന്താണ് ഓട്ടോമാറ്റിക്സ് ആയിട്ടുള്ള കാർസ്, റോബോട്ടിക്സ്, മീൻസ് ഓട്ടോമാറ്റിക് കാർസ് ഇപ്പോഴും ഉണ്ട്, റോബോട്ടിക്സും കാര്യങ്ങളും ഒക്കെ എന്താണ് ഇനി വരും യുഗത്തിൽ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ടും ഇന്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡെയിലി ലൈഫിൽ നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ആക്സസ് ആണ് ഇന്റർനെറ്റിൽ ഉള്ളത്. ഓക്കെ, അപ്പം ചില മീഡിയാസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ കണക്ട് ചെയ്യാന്, ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാന്, പോസിറ്റിവിറ്റി ഷെയർ ചെയ്യാന്, ഇതിലൊക്കെ ആയിട്ടാണ് മെയിൻ ആയിട്ടുള്ള അജണ്ടാസ് ഉള്ളത്, മെയിൻ ആയിട്ടുള്ള പേർപ്പസ് ഉള്ളത്. ചില മീഡിയാസ് എന്ന് പറഞ്ഞാല് മാനിപ്പുലേഷൻസിന് വേണ്ടി, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ചില മീഡിയാസ് ഉണ്ട്. അപ്പൊ മീഡിയാസിന് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും എങ്ങനെ നമ്മുടെ ഹ്യൂമൻ സൈക്കോളജിനെ അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയേഴ്സിനെ, ഹ്യൂമൻസിന്റെ ആക്ഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കോഴ്സിൽ നമുക്ക് എന്താണ് പഠിക്കാൻ ഉള്ളത്. ഓക്കെ, അപ്പം ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം എന്ന് പറഞ്ഞ ഒരു തിയറി ഉണ്ട്. ഈ തിയറിയിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ടെക്നോളജിയും നമ്മുടെ ഹ്യൂമൻസിന്റെ ബിഹേവിയേഴ്സും തമ്മിലുള്ള ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണ്, ഇത് തമ്മിലുള്ള ലിങ്ക് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം എന്ന് പറഞ്ഞ ഈ ഒരു തിയറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, മെയിൻ ആയിട്ട് നമുക്കറിയാം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കാരണമൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഒക്കെ ഇന്ന് എക്സിസ്റ്റൻസിൽ വരുന്നത് അല്ലെ. നമ്മളെ കമ്പ്യൂട്ടേഴ്സും മൊബൈൽ ഫോൺസും ടാബ്സും ഒക്കെ ഇന്ന് എക്സിസ്റ്റൻസിൽ വരുന്നത്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക്, വേൾഡ് വൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത് ഏതൊക്കെ തരത്തിലുള്ള ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്താണ് ഈ ഒരു യൂണിറ്റിലല്ല ഈ ഒരു കോഴ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മീഡിയന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലുള്ള ഡെഫിനിഷൻ അത് നിങ്ങൾ പഠിക്കണം. മീഡിയന്റെ കുറച്ച് ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, 4 ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ്
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ മീഡിയന്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നുള്ളതും, പിന്നെ ടൈപ്സ് ഓഫ് മീഡിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിന്റ് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ, ന്യൂ ഏജ് മീഡിയ, ഈ 3 എണ്ണമാണ് നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം എന്നുള്ള ഈ ഒരു തിയറിയും നിങ്ങൾ എന്താണ് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്ര എടുത്തേലും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.